ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. കറിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് റവ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ റവ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പൊട്ടാറ്റോ നമ്മൾ ഇവിടെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിൻ്റെ പീസ് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കറി പോലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു തണ്ട് മല്ലിയില കേട്ടോ. അപ്പോൾ മല്ലിയില ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പൊട്ടാറ്റോ ഒക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ എടുക്കണേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് ഓരോ ബോൾസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ഒരു പത്തിരി പലകമ്മ കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ പത്തിരി പലകൻ്റെ മുകളിലായിട്ട് ഒരു കവറ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. പത്തിരി പ്രസ്മ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. പക്ഷേ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കവറൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മളിതിലോട്ട് പൊട്ടാറ്റോ ഒക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നന്നായിട്ട് ഒട്ടലുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും കേട്ടോ.
അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.